ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി കടലയും കറി ലീഫും കൊണ്ടൊരു റൈസാണ്. ആദ്യം ബാസ്മതി റൈസ് ഒന്ന് ബോയിലിംഗ് മെത്തേഡിൽ അതൊന്ന് ബോയിൽ ചെയ്ത് വെക്കുക. ബാസ്മതി റൈസ് ഒരു 30 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് പിന്നെ ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് അതൊന്ന് സിമ്പിളാക്കിയിട്ട് ചെയ്യുക. ഉപ്പിട്ടിട്ട് വേവിക്കണം. പിന്നെ അത് ഡ്രെയിൻ ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. സോ നമുക്ക് അരയ്ക്കാനുള്ളത് കറി ലീഫും കടലപ്പരിപ്പും ഉഴുന്നും ഒരു 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി, മല്ലി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് കുറച്ച്, പിന്നെ ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ കടല 1 കപ്പ്. സോ ആദ്യം കറി ലീഫ് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. സോ ഈ ഐറ്റംസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യണം. സോ ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ക്രിസ്പി ആവും. സോ ആ സമയത്ത് നമ്മൾ അത് മാറ്റി വെക്കാം. പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കണം. സിമ്മിലാക്കിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. സോ നന്നായിട്ട് അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം അതൊന്ന് പൗഡർ ആക്കണം. പിന്നെ അവസാനം കടല ഇടാം. കടല ഇത് ഓൾറെഡി വറുത്തിട്ട് തോലെടുത്ത കടലയാണ്. അതുകൊണ്ട് അവസാനം ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ മതി. സോ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയി. പിന്നെ അത് ചൂടാറിയ ശേഷം അതൊന്ന് മിക്സി ബൗളിൽ ഇട്ടിട്ട് അതൊന്ന് പൗഡർ ചെയ്യാം. സോ ഈ പൗഡർ റെഡി ആക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ പിന്നെ നമുക്ക് എപ്പോൾ ഈ റൈസ് പെട്ടെന്ന് നമുക്ക് ലഞ്ച് റെഡി ആക്കണം എന്നെങ്കിൽ നമുക്ക് ഇത് റൈസ് റെഡി ആക്കിയിട്ട് റൈസ് കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് പൗഡറിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പൗഡർ ആക്കി പിന്നെ ഒരു പരന്ന പ്ലേറ്റിലിട്ടിട്ട് അത് ചൂടാറാൻ വെക്കാം. പിന്നെ റൈസ് ഉണ്ടാക്കാൻ ചീൻചട്ടി എടുക്കുക, നല്ലെണ്ണ ഇടുക, കടുക്, ജീരകം, ഉലുവ താളിക്കുക, പിന്നെ കടല ഇടുക, പിന്നെ പൊട്ടുകടലയും ഇടുക. പിന്നെ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയ ശേഷം നമ്മൾ ഈ റൈസ് ചൂടാറാൻ വെക്കണം. ചൂടാറിയിട്ട് വെക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഈ പൗഡർ 4 to 5 സ്പൂൺസ് ഈ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. സോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്. പിന്നെ അത് മൂടി വെക്കുക കുറച്ച് നേരം. പിന്നെ അതിന് പ്രത്യേകം സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ മിക്സ്ചർ എടുത്തു ലഞ്ച് ബോക്സിന്. സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള പൗഡർ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. Thank you.